ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നിർവ്വയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായി നിൽക്കുവാൻ വലിയവനായ ദൈവം സഹായിച്ചതിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം 28-ാം വാക്യം. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തല പൊക്കുവീൻ. കർത്താവായ യേശുവിൻ്റെ പരസ്യശുശ്രൂഷയുടെ ഏതാണ്ട് സമാപനത്തിൽ ക്രൂശീകരണത്തിന് 1-2 കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല, 1-2 ആഴ്ച മാത്രം ശേഷിച്ചിരിക്കും. ഒലിവുമലയിൽ വെച്ച് ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണ് നാം ഇവിടെ വായിച്ചത്. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21 ഈ 3 അധ്യായങ്ങളും ഒരേ വിഷയം സംബന്ധിയാണ്. അവർ 3 പേരും അത് വാക്കുകൾ മാത്രം വ്യത്യാസം, ആശയം ഒന്ന് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് എന്താണ് നമുക്ക് ചിന്തിക്കാനുള്ളത്? കർത്താവിൻ്റെ വരവിനുള്ള ബന്ധത്തിൽ ഇത് 3-ാമത്തെ വീഡിയോ ആണ് നാം ചെയ്യുന്നത് എന്നെനിക്കറിയാം. ഒരുങ്ങിയിരുന്നവർ എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്ത് ഓർക്കുന്നു. 2, ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരോ എന്നൊരു വീഡിയോ ഈ അടുത്ത് ചെയ്തു. ഇത് 3-ാമത്തേതാണ്. ഇതും വിഷയം ഒരേ കാര്യത്തെ സംബന്ധിച്ചെങ്കിലും അല്പം കൂടെ വിശദമായി ചില കാര്യങ്ങൾ ചിന്തിക്കുവാനുണ്ട്. ഇവിടെ എന്താണ് പറയുന്നത്? കർത്താവ് ഒലിവുമലയിൽ യെരൂശലേം ദേവാലയത്തിന് നേരെ ഇരിക്കുന്ന സമയം ശിഷ്യന്മാരിൽ 4 പേർ യേശുവിൻ്റെ അടുക്കൽ വരുന്നു. അവരോട് ഒരു ചോദ്യം ചോദിക്കുന്നു. ആ 4 പേര് ആരൊക്കെയാണെന്ന് മർക്കോസ് 13-ാം അധ്യായം 3-ാം വാക്യത്തിലുണ്ട്. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയാസ്. ഇവർ 4 പേരും കൂടെ വന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്. എന്ത് ചോദിച്ചൊന്നും എവിടെ കാണാം? 7-ാം വാക്യം. ഗുരോ, അത് എപ്പോൾ സംഭവിക്കും? അത് സംഭവിക്കാറാകുമ്പോഴുള്ള ലക്ഷണം എന്തെന്ന് അവർ അവനോട് ചോദിച്ചു. മത്തായി സുവിശേഷത്തിൽ വ്യക്തമായി 24-ാം അധ്യായം 3-ാം വാക്യം. അവൻ ഒലിവുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്ന് അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരയണം എന്നവനോട് അപേക്ഷിച്ചു. അപ്പോൾ നിന്റെ വരവിനും ലോകാവസാനത്തിനും ലക്ഷണം എന്താ? മാത്രമല്ല, അതിന് മുമ്പ് ദൈവാലയത്തെ അവനെ കുറിച്ചൊരു കമൻറ്റിലൂടെ കർത്താവ് പറഞ്ഞായിരുന്നു. മനോഹരമായ പണിയെന്നൊക്കെ കർത്താവിനോട് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, ഇടിക്കാതെ ഇവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത കാലം വരും എന്ന് കർത്താവ് പറയും. എല്ലാം ഇടിഞ്ഞു പോവും, ഒരു കല്ലിന്മേൽ മറ്റൊരു കല്ല് ശേഷിക്കാതെ തകർന്നു പോവും എന്ന് യേശു അവരോട് പറഞ്ഞത്. അപ്പോഴാണ് അതിൻ്റെ ഫർദർ ക്ലാരിഫിക്കേഷൻ അവരെ കർത്താവിനോട് ചോദിച്ചത്. അതിന് യേശു പറഞ്ഞ മറുപടിയാണ് തുടർന്ന് നാം വായിക്കുന്നത്. തൻ്റെ വരവെപ്പോഴായിരിക്കും, അതിന് അടയാളം എന്താ എന്ന് സവിസ്തരമായി കർത്താവ് പറഞ്ഞു. മത്തായിയിൽ സവിസ്തരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസ് അത്രയുമില്ലെങ്കിലും സംക്ഷിപ്തമായി അത് പറയുകയുണ്ടായി. അപ്പോൾ മത്തായി സുവിശേഷത്തിൽ അക്കമിട്ട് എന്തൊക്കെ സംഭവിക്കും? 3 പേരും ഒരു കാര്യം ആദ്യമേ പറയുന്നു. കർത്താവ് പറഞ്ഞതിൽ ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ വഞ്ചിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. മറ്റു ഭാഷാന്തരങ്ങൾ എങ്ങനെയാണ്? ഇംഗ്ലീഷിൽ പ്രത്യേകിച്ചും ആരും നിങ്ങളെ വഞ്ചിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അപ്പോൾ വഞ്ചകന്മാർ, അതിന് അടയാളം കർത്താവിൻ്റെ വരവിന് മുൻപ് എന്തൊക്കെ അടയാളമായിരിക്കും എന്ന് കർത്താവ് പറയുകയാണ്. അത് ദൈവജനത്തെ സംബന്ധിച്ച്, ലോകത്തെ സംബന്ധിച്ച്, പ്രപഞ്ചത്തെ സംബന്ധിച്ച്, മാത്രമല്ല യഹൂദരെ സംബന്ധിച്ച് ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാം. യഹൂദനെ സംബന്ധിച്ച് പറഞ്ഞത് യെരൂശലേം ദേവാലയം തകർക്കപ്പെടുകയും യെരൂശലേം പിടിക്കപ്പെടുകയും അവരെ ലോകമെങ്ങും ചിതറിക്കുകയും ചെയ്യും.
ആ വാക്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. ഈ 3 അധ്യായങ്ങൾ, അല്ലെങ്കിൽ മത്തായി 24, ലൂക്കോസ് 21, മർക്കോസ് 13, ഈ 3 അധ്യായങ്ങളുമായിട്ട് സവിസ്തരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ യഹൂദനെ സംബന്ധിച്ചുള്ളതാണ് ലോകത്തിലെ സകല ജാതികളിലേക്കും അവർ ചിത്രീകരിക്കപ്പെടും എന്ന് പറഞ്ഞു. മാത്രമല്ല, ജാതികളുടെ കാലം തികയുന്നവരെ ജാതികൾ യെരൂശലേമിനെ ചവിട്ടിക്കളയും എന്നും പറഞ്ഞു. 70 മുതൽ 1967 വരെയുള്ള കാലത്തിനിടയ്ക്ക് വാസ്തവം പറഞ്ഞാൽ യഹൂദൻ ലോകത്തിലെ സകല ജാതികളും ചെറിക്കപ്പെടുക മാത്രമല്ല, യെരൂശലേം അവരുടെ കയ്യിൽ ഇല്ലാതിരുന്ന കാലമായിരുന്നല്ലോ. 70 മുതൽ ലോകത്തിൽ ചെറിക്കപ്പെട്ടു. യെരൂശലേം ദേവാലയം തകർക്കപ്പെട്ടു. ഇത് 1967 6 ദിവസത്തെ യുദ്ധം എന്ന പേരിലുള്ള പ്രസിദ്ധമായ 1967 ജൂണിൽ നടന്ന ആ 6 ദിവസത്തെ യുദ്ധത്തിൽ യെരൂശലേം യഹൂദൻ കീഴടക്കി. 1980 യെരൂശലേം നഗരം അവരെ ശാശ്വത തലസ്ഥാനമായി പ്രഖ്യാപിച്ചു. ലോകം അത് അംഗീകരിച്ചില്ല. ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ. എന്നാലും ലോകം അംഗീകരിച്ചില്ലെങ്കിലും യെരൂശലേം യഹൂദൻ്റെ തലസ്ഥാനമെന്ന് അവർ തീർത്തു പറയുന്നു. ഒരിക്കലും ഇത് വിട്ടുകൊടുക്കുകയില്ല. ലോകരാജ്യങ്ങളൊക്കെ പലവിധ സമ്മർദ്ദങ്ങൾ ചെലുത്തുമെങ്കിലും അത് വിട്ടുകൊടുക്കത്തില്ല. അപ്പോൾ യെരൂശലേമെ പുറജാതികൾ ചവിട്ടിക്കളയുന്ന സ്ഥാനത്ത് നിന്ന് യഹൂദൻ്റെ കയ്യിൽ വന്നു. ഒരു പ്രവചനം നിവൃത്തിയായി പോട്ടെ. അപ്പോൾ വിശ്വാസികൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം, 1, വഞ്ചിക്കപ്പെടരുത്. ആരും നിങ്ങളെ വഞ്ചിക്കാതിരിപ്പാൻ സൂക്ഷിച്ചോണം. 2, കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും കഴിഞ്ഞ നാളുകളിൽ ധാരാളം എഴുന്നേറ്റല്ലോ. ഇക്കാലത്തും ഒരു കുറവുമില്ല. ലോകത്തിൽ പല ഭാഗത്തും ഞാനാണ് ക്രിസ്തു, ഞാനാണ് അവസാനത്തെ ആളെന്നും പറഞ്ഞ് എന്തുമാത്രം ആളുകൾ ഇറങ്ങിയിരിക്കുന്നു. അനേകരെ വഴിതെറ്റിച്ചു. കർത്താവ് പറഞ്ഞത് നിറവേറിക്കൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, അടുത്ത് പറഞ്ഞ് യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ഒരു കാലത്ത് 2ാം ലോകയുദ്ധം നടന്നപ്പോൾ പറഞ്ഞത് ദ മദർ ഓഫ് ഓൾ വാർസ്, അല്ലെങ്കിൽ ഇനിമേലാൽ യുദ്ധം ഉണ്ടാകത്തില്ല എന്നും പറഞ്ഞാണ് ലോകരാജ്യങ്ങളെല്ലാം ചേർന്ന് 2ാം ലോകയുദ്ധം അവസാനിപ്പിച്ച് ഐക്യരാഷ്ട്ര സംഘടന ഉണ്ടാക്കിയെല്ലാം ഉണ്ടാക്കി തുടർന്ന് മുന്നോട്ട് നീങ്ങിയത്. എന്നാൽ അതിനുശേഷം എത്ര യുദ്ധങ്ങൾ, ഇപ്പോൾ തന്നെ എത്രയോ യുദ്ധങ്ങൾ നടക്കുന്നു. ഇസ്രായേൽ ഗസയിൽ എന്തുമാത്രം ആക്രമണം നടത്തുന്നു. മാത്രമല്ല, റഷ്യൻ യുക്രൈൻ യുദ്ധം, ഇങ്ങനെ പല യുദ്ധങ്ങൾ. നമ്മുടെ രാജ്യമായ ഇന്ത്യയും വാസ്തവം പറഞ്ഞാൽ യുദ്ധസന്നദ്ധരായിട്ടല്ലേ ഇരിക്കുന്നത്. പല ഒരസലകൾ കഴിഞ്ഞല്ലോ അയൽ രാജ്യവുമായിട്ട്. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും. മാത്രമല്ല, അടുത്ത് പറഞ്ഞ് ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. വർഗീയ കലാപങ്ങൾ, വംശീയ കലാപങ്ങൾ ലോകമെങ്ങും നടക്കുന്നില്ലേ? കർത്താവ് പറയുമ്പോൾ എങ്ങനെ ഇല്ലായിരുന്നല്ലോ. മാത്രമല്ല, ഭൂകമ്പം, ക്ഷാമം, യുദ്ധങ്ങൾ മാത്രമല്ല, വംശീയ കലാപങ്ങൾ മാത്രമല്ല, ജാതിയുടെ പേരിൽ, ഭാഷയുടെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ എവിടെയും കലാപങ്ങൾ. ലോകരാജ്യങ്ങൾ മിക്കതും സ്വസ്ഥതയില്ല. മാത്രമല്ല, ഇങ്ങനെ കർത്താവ് പറഞ്ഞ് ഒന്നൊന്നായി നിറവേറുന്നു. ഭൂകമ്പം ഒരു കാലത്ത് വളരെ അപൂർവമായിരുന്നു. എന്നാൽ ഇന്നോ ദിവസം പ്രതി എന്നോണം ഭൂമി കുലുങ്ങുന്നു. ഈ ചാപ്റ്ററിൽ പറഞ്ഞ പോലെ ഭൂമി പൊടുപൊടപ്പൊട്ടുന്നു, ഭൂമി കിറുന്നു, മത്തനെ പോലെ തുള്ളിച്ചാടുന്നു, അത് വീഴും. അപ്പോൾ ഭൂകമ്പം കഴിഞ്ഞ ആഴ്ചയും അഫ്ഗാനിസ്ഥാനിൽ റിച്ചർ സ്കെയിലിൽ 6 മുകളിലുള്ള ബോംബ് ഉണ്ടായല്ലോ. അനേക ആളുകൾ മരിച്ചല്ലോ. ലോകമെങ്ങും ബോംബ് ഉണ്ടാകുന്നു. സുനാമി, പ്രകൃതി ശക്തികൾ ഇളകി സുനാമി ഉണ്ടായി. എന്തെല്ലാം നാശമുണ്ടാകുന്നു. മാത്രമല്ല, ഇങ്ങനെ എണ്ണി പറഞ്ഞ കർത്താവ് ദൈവത്തെ സംബന്ധിച്ചോളം വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. പലരും ഇടറി അന്യോന്യം കാണിച്ചു കൊടുക്കും. അധർമ്മം പെരുകും. അധർമ്മം, ലോസ്ലെസ്നെസ്, നിയമരാഹിത്യം, നിയമലംഘനം, അരാജകത്വം പെരുകുന്നു. അനേകർ അങ്ങനെ വരുമ്പോൾ സ്നേഹം കുറയുന്നു. ദൈവജനത്തിൻ്റെ മധ്യയുള്ള പ്രധാന അടയാളങ്ങൾ ഒന്നാണല്ലോ അത്. സ്വന്തം കാര്യം മാത്രം എന്നുള്ള നിലയിലേക്ക് സ്വസ്ഥകളായി മനുഷ്യർ മാറിയില്ലേ? ദൈവജനമെന്ന് പറഞ്ഞ് സംഘം കൂടി വരുന്നത് പോലെ കൂടി വരുന്നുവെങ്കിലും
സ്വസ്നേഹികളായി മനുഷ്യർ മാറിയില്ലേ? ദൈവസ്നേഹം അപ്രത്യക്ഷമായല്ലോ. കൂട്ടു സഹോദരനെ സ്നേഹിക്കുക എന്നുള്ളത് വെറും വാക്കായി മാറിയല്ലോ. സ്വന്തം കാര്യം മാത്രം, സ്വന്തം താല്പര്യം മാത്രം കർത്താവ് പറഞ്ഞതും നിറവേറിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പായിക്കും. ഇന്ന് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ഉള്ള കാലത്ത് പോലും സുവിശേഷ നിമിത്തം ഉപദ്രവമല്ലാതെ ശരിയായ ദൈവവചനത്തെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക്, അല്ലെങ്കിൽ പൗലോസിൻ്റെ ഭാഷയിൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് മിക്ക രാജ്യങ്ങളിലും ഉപദ്രവമാണല്ലോ. ഈ സ്വതന്ത്ര ലോകത്തിലും സുവിശേഷത്തിന് പല രാജ്യത്തും പ്രവേശനമില്ലല്ലോ. അഥവാ അത് സ്വീകരിച്ചാലോ അവനെ വെച്ചേക്കാത്ത രീതിയിൽ അതികഠിനമായി പീഡിപ്പിക്കുന്നില്ലേ? ഇങ്ങനെ എണ്ണി പറഞ്ഞേച്ച് അപ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ 4 കാര്യങ്ങൾ പ്രധാനം. 1, വഞ്ചനയുടെ ആത്മാവ്. 2, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും. 3, അധർമ്മത്തിൻ്റെ വ്യാപാരം കൊണ്ട്, അല്ലെങ്കിൽ അരാജകത്വം പെരുകി അനേകരുടെ സ്നേഹം കുറഞ്ഞ് അന്യോന്യം ഒറ്റുകൊടുക്കുന്ന അവസ്ഥ. മാത്രമല്ല, പീഡ. എൻ്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പായിക്കും. എല്ലാവരും ദൈവജനമെന്ന് പറഞ്ഞ് പാവവഴികൾ വിട്ട് വിശുദ്ധനായ ജീവിതത്തിൻ്റെ പേരിൽ ലോകം അംഗീകരിക്കുകയല്ല, ലോകം പായിക്കും. അപ്പോൾ യഹൂദനെ സംബന്ധിച്ച് അവർ ലോകത്തിൻ്റെ നാനാഭാഗത്തും ചിതറിപ്പോവും. ഇങ്ങനെ ഉള്ള മാത്രമല്ല, അടുത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ലൂക്കോസ് 21:25 സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. ആകാശത്തിൻ്റെ ശിക്കൽ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിക്കാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കി പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. ഭയം. എന്തുകൊണ്ട്? പ്രപഞ്ച ശക്തികളെല്ലാം ഇളകി മറിയുന്നു. കടലിൽ ഓളം. ഞാൻ നേരത്തെ പറഞ്ഞു സുനാമി. ഏതെങ്കിലും ഒരു കോണിൽ പാപ്പുവ ന്യൂഗിനിയിൽ നല്ലൊരു ഭൂകമ്പം ഉണ്ടായാൽ അത് നിമിത്തം ഉണ്ടാകുന്ന സുനാമി ഇന്ത്യയിൽ വരെയും അടിക്കും. പണ്ട് ഒരു സുനാമി അടിച്ച് കേരളത്തിൽ പോലും അനേകർ മരിച്ചല്ലോ. ഇവിടെ ഭൂകമ്പം ഉണ്ടായതല്ല, എവിടെയോ ഉണ്ടായ ഭൂകമ്പമാണ്. അതുപോലെ വിവിധ സംഭവങ്ങൾ ഇങ്ങനെ. മാത്രമല്ല, ആകാശത്തിൻ്റെ ശക്തികൾ ഇളകുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിയാലും ഇനി ഇത്ര വർഷമേ ഉള്ളൂ, ഇന്നത് സംഭവിക്കാൻ പോകുന്നു, എന്തെല്ലാം രീതിയിൽ ഭയപ്പെടുത്തുന്ന വാർത്തകൾ മാത്രം. ആശയ്ക്ക് ഒരു വഴിയുമില്ലാത്ത നിലയിൽ സമൂഹം മാറുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതൊക്കെ സംഭവിക്കുന്നു. കർത്താവ് പറഞ്ഞത് ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ, ആരംഭത്തിൽ നിന്നല്ല, സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, അത് നിങ്ങളെ വീണ്ടെടുപ്പ് അടുത്തു. എന്നിട്ട് അതിന് കർത്താവ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട്, ഞാൻ ഇടയ്ക്ക് വേറൊരു കാര്യം കൂടെ പറയാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് യേശുക്രിസ്തുവിൻ്റെ സഭയ്ക്കായുള്ള വരവിനെ ഉദ്ദേശിച്ചല്ല, മഹത്വ പ്രത്യക്ഷയാണ്. മഹത്വ പ്രത്യക്ഷ തെളിവുകളാണ് ഇതെല്ലാം. ലൂക്കോസ് 21:27 പറയുന്നു, അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. യേശു ലോകത്തെ ഭരിക്കുവാൻ രാജാവായി ഇറങ്ങി വരും. ഒലിവുമലയുടെ പാദങ്ങൾ ചവിട്ടും. നാം എല്ലാവരും അത് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ എണ്ണി കർത്താവ് കാര്യങ്ങൾ പറഞ്ഞു. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നാം എന്ത് ചെയ്യണം? എനിക്ക് ചിന്തിക്കാനുള്ളത് അതാണ്. ഇത്രയും കാര്യങ്ങൾ ക്രമമായി പറഞ്ഞിട്ട് വഞ്ചകന്മാരുടെ വിളയാട്ടം, കള്ളക്രിസ്തുക്കളുടെ രംഗപ്രവേശം, ജാതിയോട് എതിർക്കുന്നു, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും, ഇപ്പം തന്നെ 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ കേളികോട്ടം മുഴങ്ങിക്കഴിഞ്ഞല്ലോ. ഞാൻ ആരംഭത്തിൽ പറയേണ്ടത് പിന്നെ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്.
യൂറോപ്പ് യുദ്ധസന്നദ്ധമാകുന്നു. റഷ്യ ഏത് സമയത്തും ഉക്രൈൻ്റെ പേരിൽ യൂറോപ്പിനെ ആക്രമിക്കുന്നവർ ഭയപ്പെടുന്നു. അവർ തയ്യാറെടുക്കുന്നു. യുദ്ധശ്രുതികൾ. ചൈന തൈവാനെ ആക്രമിക്കാൻ കീഴടക്കാൻ തയ്യാറെടുക്കുന്നു. ഇന്ത്യ ഒരവസരം കിട്ടിയാൽ പാകിസ്ഥാനെ തവിടുപൊടിയാക്കാൻ തയ്യാറെടുക്കുന്നു. എവിടെ നോക്കിയാലും മധ്യപൂർവ്വദേശത്തെ കഥ പറയേണ്ട, ഓരോ ദിവസവും കാണുന്നല്ലോ. മനുഷ്യർക്കോ സ്വസ്ഥതയില്ലാതെ എന്തിനു പറയുന്നു, പല കാര്യങ്ങളാൽ പരിഭ്രമിച്ച് ലോകജീവിതം ദുഷ്കരമായി മാറിക്കൊണ്ടിരിക്കുന്നു. നിയമരാഹിത്യം പെരുകുന്നു. എവിടെയും അരാജകത്വം, വ്യവസ്ഥാപിത ഭരണങ്ങളില്ലാത്ത അവസ്ഥ പെരുകുന്നു. വാളെടുക്കുന്നവൻ വിളിച്ചപ്പെടുന്നുള്ള നിലയ്ക്ക് മനുഷ്യർ പെരുമാറുന്നു. ഇതൊക്കെയും സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞാൻ അടുക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവ്, എനിക്കതാണ് പറയാനുള്ളത്. കർത്താവ് ദൈവജനത്തോട് പറയുന്നത് എന്താ? ഇങ്ങനെ ഈ ലക്ഷണങ്ങളെല്ലാം വരും, അപ്പോൾ മനുഷ്യപുത്രൻ വരും. എന്നാൽ ഇത് അവസാനത്തിൽ ഇത് ചെയ്യണമെന്നല്ല, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 3 കാര്യങ്ങൾ കർത്താവിടെ പറഞ്ഞായിരുന്നു. നിങ്ങൾ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, 4 ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കൽ വന്ന് അവിടെ ഒരു പ്രൈവറ്റ് കോൺവെർസേഷൻ അല്ലെങ്കിൽ സ്വകാര്യ സംഭാഷണമാണ്. യെരൂശലേമിന് നേരെ ഒലിവുമലയിൽ ഇരിക്കുകയാണ്. ഒലിവുമലയിൽ ഇരുന്നാൽ പടിഞ്ഞാറ് ഭാഗത്ത് യെരൂശലേം വ്യക്തമായി കാണാം, ദൈവാലയം വ്യക്തമായി കാണാമെന്ന്. അതിനിടയ്ക്കാണല്ലോ കിദ്രോൻ താഴ്വര. യെരൂശലേമിൽ നിന്ന് കിദ്രോൻ താഴ്വര കടന്നാൽ ഒലിവുമലയാണ്. അപ്പോൾ 2 കുന്നുകൾ. കിഴക്കേ കുന്നിൽ ഇരുന്നാണ് കർത്താവ് ദേവാലയത്തിന് നേരെ നോക്കിയിരിക്കുകയാണ്. ആ സമയത്ത് ഈ സംഭാഷണം നടക്കുന്നത്. അപ്പോൾ കർത്താവ് സവിസ്തരമായ കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് സംഭവിച്ചു, എനിക്കതാണ് ചിന്തിക്കാനുള്ളത്. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ, ഏത് സംഭവിച്ചു തുടങ്ങുമ്പോൾ, മുൻകാലം പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്താ? നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവീൻ. 3 കാര്യം കർത്താവ് പറഞ്ഞു. ആ 3 ഒന്ന് ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1, നൂർന്ന് തലപൊക്കുവീൻ. എന്തുകൊണ്ട്? ഇതൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു. അപ്പോൾ അന്നേ വീണ്ടെടുപ്പ് നടക്കുകയുള്ളൂ. പത്രോസ് ലേഖനത്തിൽ നാം വ്യക്തമായി വായിക്കുന്നു, നിങ്ങളെ വീണ്ടെടുത്ത് വ്യക്തവും പാരമ്പര്യവുമായുള്ള പണ്ടത്തെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി പൊന്ന് എന്ന് അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് തന്നെ. 1 പത്രോസ് 1-19 വാക്യത്തിൽ വ്യക്തമായി എഴുതി, വീണ്ടെടുത്തോ. അപ്പോൾ ഈ വീണ്ടെടുപ്പ് എന്താണ്? ഈ വീണ്ടെടുപ്പ് ഏതിനെ കാണിക്കുന്നു? കർത്താവ് വീണ്ടെടുപ്പ് സാധിച്ചില്ലേ? എബ്രായ ലേഖനത്തിലും അത് കാണാം. എബ്രായ ലേഖനം 9 11 വാക്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാവിരോധനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി, എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടെ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. അപ്പോൾ ആ വീണ്ടെടുപ്പ് സാധിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വീണ്ടെടുപ്പും ഈ വീണ്ടെടുപ്പും തമ്മിലുള്ള വ്യത്യാസമാണ്. കർത്താവ് പറയുന്നു, നിങ്ങളെ വീണ്ടെടുപ്പ് അടുത്ത് വന്നിരിക്കുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇത് ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണ് നടന്നത്. അല്ലെങ്കിൽ ദേഹം ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണ് നടന്നത്. അല്ലെങ്കിൽ ശരീരത്തിലെ വീണ്ടെടുപ്പ് നടന്നില്ല എന്ന് പറയുന്നില്ല, പക്ഷേ ശരീരം ഇപ്പോഴും ഭൂമിയിലാണ്. എന്നാൽ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് സാധിച്ചു. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ടവരെ ശരീരം കൂടെ വീണ്ടെടുക്കണം. അപ്പോഴേ വീണ്ടെടുപ്പ് പൂർണ്ണമാകത്തുള്ളൂ. അതെപ്പോഴാണ്? പൗലോസ് റോമാലേഖനം 8-23 വാക്യത്തിൽ പറയുന്നു, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ നിറങ്ങുന്നു. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം, ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്.
അപ്പോൾ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടവരുടെ ശരീരവും വീണ്ടെടുക്കപ്പെടണം. അതെപ്പോഴാണ്? അതവിടെ കർത്താവ് പറയും, നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നു. ആ വീണ്ടെടുപ്പ് നടക്കുന്നത് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തിൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ക്രിസ്തുവിൽ, അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്ത മേഘങ്ങൾ എടുക്കപ്പെടും. അപ്പോഴാണ് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കുന്നത്. അതിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരുക്കുന്ന പൗലോസ് പറയുന്നത്. ഫിലിപ്പീൻസിലുണ്ടല്ലോ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടുന്ന് കർത്താവായ യേശുക്രിസ്തു രാജാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ള തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പോൾ യേശുക്രിസ്തു ഇവിടെ പറഞ്ഞു, ഇതൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നു. ഏത് ശരീരത്തിൻ്റെയും വീണ്ടെടുപ്പ്? ആത്മാവ് മാത്രമല്ല, നമ്മുടെ ശരീരവും വീണ്ടെടുത്തേ പറ്റുള്ളൂ. 1 കൊരിന്ത്യർ 15 പൗലോസ് വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, മരിച്ചവർ അക്ഷരായി ഉറക്കുന്ന ജീവനോടെ ശേഷിക്കുന്നവർ മരണപ്പെടുന്ന ഒരു സുദിനം വരുന്നു. കർത്താവ് പറയുന്നു, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നു. നിങ്ങൾക്ക് ഇതൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് വേറൊരു കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? വീണ്ടെടുപ്പിൻ്റെ നാൾ അടുത്ത് വന്നതുകൊണ്ട് ദൈവജനം എന്ത് ചെയ്യണം? ഒന്നാമത്, നിവർന്ന് തല ഉയർത്തുകയും. ലോകം മുഴുവൻ കുനിയുമ്പോൾ, ലോകം മുഴുവൻ രാജ്യത്തിന് കീഴ്പ്പെടുമ്പോൾ, ലോകം മുഴുവൻ തകരുമ്പോൾ, ലോകം മുഴുവൻ തളരുമ്പോൾ, ലോകം മുഴുവൻ നിരാശയോട് കൂടിയ പരിഭ്രമം ഉണ്ടാകുമ്പോൾ, എല്ലാം നേടിവെച്ചതെല്ലാം നഷ്ടമാകുമോ എന്ന് ചിന്തിച്ച് മനുഷ്യർ പരിഭ്രമിക്കുമ്പോൾ ദൈവജനം എന്ത് ചെയ്യണം? നിവർന്ന് തല വെക്കണം. മറ്റു വാക്കിൽ പറഞ്ഞാൽ മറ്റുള്ളവർ കുനിഞ്ഞു വീഴുകയാണ്. ആ സമയത്ത് രക്ഷിക്കപ്പെട്ട കർത്താവേശുവിനെ അറിഞ്ഞ ദൈവത്തിന് വകയായി തീർന്ന അവന് വേണ്ടി കാത്തിരിക്കുന്ന അവൻ്റെ ജനത്തിന് അവർ തല ഉയർത്തണം. നിവർന്ന് നോക്കുക. അവർ കുനിഞ്ഞിരിക്കേണ്ടവരല്ല. മറ്റേ വാക്കിൽ പറഞ്ഞാൽ അവർ പ്രത്യാശ പുതുക്കണം, സന്തോഷം പുതുക്കണം, വിശ്വാസം പുതുക്കണം, ആനന്ദം പുതുക്കണം. എൻ്റെ വീണ്ടെടുപ്പ് അടുത്തല്ലോ എന്നുള്ള ചിന്തയിൽ മറ്റെല്ലാം മറക്കണം. ഇപ്പോൾ ഒരു അപകടം സംഭവിക്കുക. അപകടത്തിൽ അവരെ വേറൊരു മാർഗവുമില്ല രക്ഷിക്കാൻ, ഒരാപത്തിൽപ്പെട്ട ആളുകളെ. ഇപ്പോൾ പലയിടത്തും നടന്നല്ലോ പ്രകൃതി ദുരന്തമൊക്കെ സംഭവിച്ച ഉത്തരാഖണ്ഡും മറ്റൊന്ന് നാം കണ്ടല്ലോ. പോട്ടെ, കഴിഞ്ഞ വർഷം കേരളത്തിൽ പോലും അത് സംഭവിച്ചല്ലോ. ഒരു വിധത്തിൽ രക്ഷിക്കാൻ വഴിയില്ലാതാകുമ്പോൾ ലിഫ്റ്റ് ചെയ്യും, ഹെലികോപ്റ്ററിൽ വന്ന അവരെ ലിഫ്റ്റ് ചെയ്യും. ആ സമയത്ത് പാണ്ടക്കെട്ടുകളെല്ലാം കഴുത്തേ തൂക്കിയല്ലോ നിൽക്കുക. ജീവനെങ്കിൽ ജീവൻ മാത്രം. മറ്റു വാക്കിൽ പറഞ്ഞാൽ എല്ലാ പിടിയും വിട്ട് അതിൽ മാത്രം ആശ്രയിച്ച് പൊക്കിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി അവരൊരുങ്ങുകയാണ്. ആ സമയത്ത് പാണ്ടക്കെട്ടുകളൊന്നും ഇല്ല. ഇതുപോലെ ഇതെല്ലാം സംഭവിക്കുന്നത് നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു. അപ്പോൾ ഇതാണ് സ്ഥിതി. ലോക സംഭവങ്ങളെല്ലാം അതിന് ആശയ്ക്കുള്ള, പ്രത്യാശയ്ക്ക് വകയുള്ള ഒരു വാർത്തയും എങ്ങൊന്നും വരുന്നില്ല. ആശ്വസിക്കാനുള്ള ഒരു വാർത്തയും എങ്ങൊന്നുമില്ല. നിരാശ വർദ്ധിപ്പിക്കുന്ന എല്ലാ മേഖലയിലും നിരാശ വർദ്ധിപ്പിക്കുന്ന മാത്രം. എന്നാൽ ദൈവജനത്തോട് തനിക്കുള്ളവരോട് കർത്താവ് പറയുന്നു, ഇതൊക്കെ സംഭവിക്കട്ടെ, മനുഷ്യർ നിർജീവന്മാരാകട്ടെ, ആകാശത്തിൻ്റെ ശക്തി ഇളകട്ടെ, യുദ്ധങ്ങളെയും വിധ്വംസതകളെയും കുറിച്ച് കേൾക്കട്ടെ, മനുഷ്യരെല്ലാം എല്ലാം തണുത്തു പോട്ടെ, സ്നേഹം തണുത്തു പോട്ടെ, അന്യോന്യം ആക്രമിക്കട്ടെ, കാണിച്ചു കൊടുക്കട്ടെ, ജാതി ജാതിയോട് എതിർക്കട്ടെ, രാജ്യം രാജ്യത്തോട് എതിർക്കട്ടെ, ഭൂമി മൊത്തം ഇളകി മറിയട്ടെ, കടൽ ഇളകട്ടെ. എന്തിളകിയാലും നിങ്ങൾ അതിലിളകേണ്ടവരെല്ലാം നിങ്ങൾ തലയുയർത്തേണ്ടവരാണ്. കാരണം നിന്റെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്, ഞാൻ വീണ്ടെടുത്ത ആത്മാവിനെ മാത്രമല്ല ശരീരത്തെയും എനിക്ക് കൊണ്ടുപോകണം.
അതിനു വേണ്ടിയാണ് വീണ്ടെടുപ്പ് നാളിനായി പരിശുദ്ധാത്മാനാൽ താൻ രക്ഷിച്ചവരെ അവൻ മുദ്രയിട്ടത്. അപ്പോൾ ആ മുദ്രയിട്ട ആളുകളെ എനിക്ക് കൊണ്ടുപോയേ പറ്റുള്ളൂ. അവരുടെ സമയമായി, അവർ വീണ്ടെടുപ്പിൻ്റെ നാൾ ആസന്നമായി. അതിനായി നിവർന്ന് തല ഉയർത്തുക മാത്രമല്ല. അപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചോളം, യഥാർത്ഥ വിശ്വാസി, മറ്റുള്ളവരെ യേശുവിനെ ഉപയോഗിച്ച് കാശുണ്ടാക്കുന്നതിനെ കുറിച്ച് എനിക്ക് പറയാനില്ല. കർത്താവിനെ ഉപയോഗിച്ച് ലോകത്തിന് വേണ്ടി നേടുന്നതിനെ കുറിച്ച് എനിക്ക് പറയാനില്ല. യഥാർത്ഥ വിശ്വാസിക്ക് എല്ലാം എൻ്റെ വീണ്ടെടുപ്പിൻ്റെ സമയമായി, എൻ്റെ വീണ്ടെടുപ്പിൻ്റെ സമയമായി നിവർന്ന് ധൈര്യപ്പെടുക. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ലോകമെല്ലാം കുനിയുമ്പോൾ, ലോകമെല്ലാം തളരുമ്പോൾ വിശ്വാസി ധൈര്യത്തോടെ നിവർന്ന പുഞ്ചിരിയോടെ തൻ്റെ പ്രത്യാശ പുതുക്കുക വേണ്ടേ. കാരണം എൻ്റെ വീണ്ടെടുപ്പിൻ്റെ സമയമായി, എൻ്റെ വീണ്ടെടുപ്പിൻ്റെ സമയമായി. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു നല്ല പാട്ടാണ്, വീണ്ടെടുപ്പിൻ നാളെടുത്തതാ മാറ്റില്ല ഞാൻ കേട്ടിരുന്നതാ. ഇതുപോലെ വീണ്ടെടുപ്പിൻ്റെ നാളടുത്തു, നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു. നിന്റെ ശരീരം രൂപാന്തരപ്പെട്ട തേസ്കരിപ്പെട്ട ശരീരത്തോടെ കർത്താവിനോടൊത്ത് വസിക്കാനുള്ള നാളടുത്തു. ആകെയാ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും ദൈവം തന്നെ ഭാരപ്പെടാനല്ല, ഭയപ്പെടാനല്ല, പിന്നെയോ ഒരുക്കം തേക്കുകയാണ് വേണ്ടത്. ഒരുക്കം തേക്കുകയാണ്. സകല ഭാരം മുറുകെ പറ്റുന്ന പാവം വിട്ട് കെട്ടും മറ്റുമെല്ലാം പൊട്ടിച്ച് ഭാരരഹിതരായി കർത്താവ് വരുന്ന നാളിന് വേണ്ടി കാത്തിരിക്കാണ് വേണ്ടത്. എന്താണെന്നുള്ളത് പറഞ്ഞിട്ട് ഒരു വാക്കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. എന്നിട്ട് ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് കർത്താവ് ഒരു ക്ലൂ കൂടെ കൊടുത്തു ശിഷ്യന്മാർക്ക്. അല്ലെങ്കിൽ സാധാരണ പറഞ്ഞ് ഞാനൊരു ക്ലൂ തരാമെന്ന് പറയാമല്ലോ, അതുപോലെ ഒരു ക്ലൂ കൂടെ കൊടുത്തു. എന്താ? ലൂക്കോസ് 21:29 മുതൽ 33 വരെ ഏതാണ്ട് അത് കാണാം. ആദ്യത്തെ 3 വാക്യങ്ങൾ 29, 30, 31. എന്താണ്? അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുവീൻ, അവ തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് സ്വതവേ അറിയുന്നുവല്ലോ. അപ്രകാരം തന്നെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിപ്പീൻ. ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ഏത്? അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കുന്നത്. വേദപുസ്തകത്തിൽ അത്തി, ഒലിവ, മുന്തിരി ഈ മൂന്നും യഹൂദനെ സംബന്ധിച്ചാണ് നേരിലായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്തി മാത്രമല്ല, അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുകയും കഴിഞ്ഞ പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ടിന് ശേഷം തുടങ്ങിയ കാലം മുതൽ എന്തു വലിയ മാറ്റമാണ് ലോകത്തുണ്ടായ. സാംസ്കാരികമായി, വിദ്യാഭ്യാസപരമായി, സാമ്പത്തികമായി എത്രയോ ഉന്നതിയായി. മാത്രമല്ല കണ്ടുപിടുത്തങ്ങളുടെ കാലം. ലോകത്തിൽ ഒരു കാലത്ത് ചിന്തിക്കാൻ പോലും അസാധ്യമായിരുന്ന പല കാര്യങ്ങളും ഇന്ന് സംഭവിച്ചിരിക്കുന്നല്ലോ. അങ്ങനെ എല്ലാം തളർത്തു. സാമ്പത്തികമായി വളരെ ഉന്നതിയിലായി, ഭൗതിക സാഹചര്യങ്ങൾ, സൗകര്യങ്ങൾ ഉന്നതിയിലായി. എല്ലാ വിധത്തിലും ഒരു ഭാഗത്തു മാത്രമല്ല, ആത്മീയ കാര്യം ഒഴിച്ച് മറ്റെല്ലാ കാര്യത്തിലും മനുഷ്യൻ ഉന്നതി പ്രാപിച്ചു. ലോകരാജ്യങ്ങൾ തളർത്തു. അപ്പോൾ തളർക്കുമ്പോൾ മനസ്സിലാക്കണം വേനലടുത്തു. അതുപോലെ ഇതൊക്കെ സംഭവിച്ചു തുടങ്ങുമ്പോൾ, ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഞാൻ വാതിൽക്കലാണെന്ന് ഓർത്തോണം. ഈ മത്തായി 24-ലും മർക്കോസ് 13-ലും കൂടെ ചേർത്ത് വായിച്ചാൽ മറ്റു കാര്യങ്ങളെല്ലാം മനസ്സിലാകുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ അത്തിയും തളർത്തു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് തനിക്കുള്ളവരോട് കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ തല ഉയർത്തുകയും. എന്നിട്ടാണ് പറഞ്ഞത് അത്തി മുതലായ വൃക്ഷങ്ങളെല്ലാം തളർത്തു നോക്കണം. അവ തളർക്കുന്നത് നോക്കിക്കണം. തളർത്തോ വേനലടുത്തു. അതേപോലെ ഇതൊക്കെ സംഭവിക്കുന്നെങ്കിൽ ഞാൻ വാതിൽക്കലാണ്. ലോകരാജ്യങ്ങളും ചിതറി ഒരിക്കലും ഉദ്ധാരണമില്ല എന്ന് വിചാരിച്ചു കിടന്ന, ഒരിക്കലും യഹൂദൻ്റെ സ്വന്തം രാജ്യം കാണുക സാധ്യമല്ല എന്ന് വിചാരിച്ചിരുന്ന സ്ഥാനത്ത് 1948 മെയ് മാസത്തിൽ ഇസ്രായേൽ രാഷ്ട്രം യൂതരാഷ്ട്രം സ്ഥാപിച്ചു.
അന്ന് മുതൽ ഇന്നയോളമുള്ള അവരുടെ ചരിത്രം. ലോകം ഭയന്ന് കുറച്ച് കുഞ്ഞൻ രാജ്യം, കേരളത്തിൻ്റെ പകുതി പോലും ഇല്ലാത്ത ഒരു രാജ്യം ഇന്ന് ലോകത്തെ മുഴുവൻ വിറപ്പിക്കുന്നു. അത്രത്തോളം. അത് മാത്രമല്ല, അവരുണ്ടാക്കിയ സംഭാവനകൾ, ശാസ്ത്രീയ രംഗത്ത് അവരുടെ കണ്ടുപിടുത്തങ്ങൾ ലോകത്തെ മുഴുവൻ കീഴടക്കി. അത് സംഭവിച്ചു തുടങ്ങുമ്പം വേനലെടുത്തു, അല്ലെങ്കിൽ ഞാൻ വരാറായെന്ന കർത്താവ് പറഞ്ഞു. തൻ്റെ മഹത്വ പ്രത്യക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ട് തനിക്കുള്ളവരോട് പറയുകയാണ്, പറയാതെ പറയുന്നു. ഒരു കാര്യം കൂടി നിനക്ക് നടക്കും. മഹത്വ പ്രത്യക്ഷത അവരെല്ലാം കാണും. പക്ഷേ അതിനു മുൻപ് ഒരു കാര്യം കൂടി നടക്കും. അത് ഓർത്തു. കർത്താവിനെ ചോദിച്ചാൽ മറ്റു രണ്ട് കാര്യങ്ങളൂടെ പറയുമ്പോൾ നമുക്കിത് മനസ്സിലാകും. അല്പം ചിന്തിക്കാം. കർത്താവ് അടുക്ക വാതുക്കലായി. ആകയാൽ ആ ബോധത്തോടെ നമുക്ക് ജീവിക്കാം. നമുക്ക് ഈ സംഭവിക്കുന്നതെല്ലാം വീക്ഷിച്ച് കർത്താവിനെ സ്വീകരിപ്പാൻ, നൂർന്ന് തലയുയർത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? വീണ്ടെടുപ്പ് നാളിനായി നാം കാത്തിരിക്കുന്നുവോ? അതിനായി ഒരുങ്ങുന്നുവോ? അതിനായി മറ്റെല്ലാം മാറ്റിവെച്ച് അതിനെ ശ്രദ്ധയോടെ നാം ജീവിക്കുന്നുവോ? ശ്രദ്ധിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ നിങ്ങൾ സ്വർഗീയ പിതാവേ, അന്ത്യകാല സംഭവങ്ങളെല്ലാം ഓരോന്നോരോന്നായി നിറവേറിയിരിക്കുന്ന അങ്ങ് പറഞ്ഞപടി നിറവേറിയിരിക്കുന്നത് ഞങ്ങൾ കാണുന്നു. ഇതൊക്കെ സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തല്ലോ. ഈ മൺമയമായത് വിട്ട് വിൺമയമായതിനോട് ചേർന്ന് വിൺമയമായത് പ്രാപിച്ച് വിൺമയനോട് നിത്യമായി ജീവിപ്പാൻ സമയം അടുത്തല്ലോ. ആകയാൽ അതിനുവേണ്ടി തലയുയർത്തി പ്രത്യാശയോട് നിൽക്കുവാൻ നിങ്ങളെ സഹായിക്കണമേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് അവിടുന്ന് ഇടപെട്ടുകൊണ്ടിരിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.